ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സപ്പോർട്ട് റസൽ ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു പ്രൊഫഷണൽ റെസ്ലിംഗ് കമ്പനിയും അതുപോലെ തന്നെ ഒരു മിക്സ്ഡ് മാർഷൽ ആർട്സ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? WWEയും UFC തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണ്? എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനോട് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്, ഇതൊക്കെ ഫേക്ക് അല്ല, എന്തിനാണ് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന്. സോ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ലോകത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ റെസ്ലിംഗ് കമ്പനിയാണ് WWE അല്ലെങ്കിൽ വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ്. സോ ഈ ഒരു കമ്പനിയിൽ 2 സൂപ്പർ സ്റ്റാർസ് തമ്മിൽ റിങ്ങിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം ഈ ഒരു മാച്ചിൽ ആരായിരിക്കും വിൻ ചെയ്യുക, ആരായിരിക്കും പരാജയപ്പെടണം എന്നുള്ള കാര്യം അവർക്ക് തമ്മിൽ അറിയാം. അതുപോലെ തന്നെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യമൊക്കെ. സോ അതിനനുസരിച്ചാണ് ഇവർ റിങ്ങിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ ഇവർ റിങ്ങിൽ ഫൈറ്റ് ചെയ്യുന്നത്. 2 റെസ്ലേഴ്സ് തമ്മിൽ എപ്പോഴും റിങ്ങിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ആളുകളെ എങ്ങനെ കൂടുതലായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ അവർ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള കാര്യം അവർക്കറിയാം. സോ അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവ്സ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് റിയൽ ആയിട്ടും ഫേക്ക് ആയിട്ടും ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കാം. സോ ഫേക്ക് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുന്നത് സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടായിരിക്കും. സോ അത് റിയൽ ലൈഫായിട്ടൊട്ടും ബന്ധമില്ല. പക്ഷേ അവർക്ക് റിയൽ ആയിട്ടും ഒരുപാട് ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ഹൈ ഫ്ലൈ മൂവ്സ് ട്രൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവ്സ് ട്രൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫൈറ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചില ഇഞ്ചുറീസിനെ പറ്റി നമുക്ക് നോക്കാം. റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുള്ള ചില ഇഞ്ചുറീസിനെ പറ്റിയിട്ട്. WWEയുടെ ഫസ്റ്റ് എവർ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിരുന്ന ഒരു ഫൈറ്ററായിരുന്നു ഫിൻ ബാലർ. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ അദ്ദേഹത്തിൻ്റെ കൈക്ക് ഒരു ഇഞ്ചുറി സംഭവിച്ചിരുന്നു. സോ ആ ഒരു ഇഞ്ചുറിയോട് തന്നെ അദ്ദേഹം ആ ഒരു ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയ യൂണിവേഴ്സൽ ചാമ്പ്യനായി. ആ ഒരു ഫൈറ്റ് നൈറ്റിൽ തന്നെ അദ്ദേഹത്തിന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് റിലിംഗ്വിഷ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം അദ്ദേഹത്തിന് കൈക്ക് സംഭവിച്ച ഒരു ഇഞ്ചുറി മൂലമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് 1 വർഷത്തിന് ശേഷമാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത്. ഇപ്പോൾ 2020 അദ്ദേഹത്തിന് വീണ്ടും ഇഞ്ചുറി സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു മാച്ചിൽ താടിയലിന് ഒരു ഫ്രാക്ചർ സംഭവിച്ചിരുന്നു. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തിരുന്നു. ഇതുപോലെ ഒരുപാട് ഇഞ്ചുറീസും മറ്റുള്ള സൂപ്പർ സ്റ്റാർസിനും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിയൽ ആയിട്ടും ഫേക്ക് ആയിട്ടും. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഇഞ്ചുറീസിനെ പറ്റിയിട്ടാണ്. WWEയിൽ മാച്ചുകളും കാര്യങ്ങളും എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. എങ്കിൽ പോലും സൂപ്പർ സ്റ്റാർസ് തമ്മിൽ റിങ്ങിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ റിയൽ ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവർക്ക് ഇതുപോലുള്ള ഇഞ്ചുറീസ് റിയൽ ആയിട്ട് സംഭവിക്കാം. സോ നിങ്ങൾക്ക് WWEയിൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. UFC ഒരു മിക്സ്ഡ് മാർഷൽ ആർട്സ് കമ്പനിയാണ്, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു മിക്സ്ഡ് മാർഷൽ ആർട്സ് കമ്പനിയാണ് UFC അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻ. സോ ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത റിയൽ ആയിട്ടുള്ള ഫൈറ്റാണ്, റിയൽ ലൈഫാണ്, റിയൽ ഫൈറ്റാണ്, റിയൽ ആയിട്ടുള്ള ഇഞ്ചുറീസുമാണ് ഇവർക്ക് സംഭവിക്കുന്നത്. ഇവരുടെ ഒരു ഫൈറ്റിന് ശേഷം, അല്ലെങ്കിൽ ഇന്നൊരു ഫൈറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫൈറ്റ് 6 മാസത്തിന് ശേഷമായിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഒരു ഫൈറ്റിൽ എക്സ്റ്റേണലായിട്ടും ഇൻറ്റേണലായിട്ടും ഒരുപാട് ഇഞ്ചുറീസ് സംഭവിക്കാം. UFC ഫൈറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫൈറ്റേഴ്സിൻ്റെ എല്ലാവരെയും ഒരു വലിയ ആഗ്രഹമാണ് UFCയിലെ ഒരു ചാമ്പ്യനായി മാറുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത്. സോ ഒരു വലിയ കോമ്പറ്റീഷൻ തന്നെയുണ്ട് ഒരു ചാമ്പ്യൻ ആകുക എന്നുള്ളതിന്. ചിലർ ചാമ്പ്യനാകും, ചിലർ പരാജയപ്പെട്ടു പോകും. പക്ഷേ പരാജയപ്പെട്ടു പോകുന്നവർ വീണ്ടും ട്രൈ ചെയ്യും. സോ അങ്ങനെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് പേരുമുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ കൂടുതലും ഒരു അപകടം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. കാരണം 2 മാർഷൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ പലപ്പോഴും അപകടം അല്ലെങ്കിൽ ഇഞ്ചുറി എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ UFC വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്പോർട്ട് ഐറ്റം കൂടിയാണ് UFC മാത്രമല്ല, മിക്സ്ഡ് മാർഷൽ ആർട്സ് കമ്പനികളെല്ലാം തന്നെ എപ്പോൾ വേണമെങ്കിലും ഇഞ്ചുറി സംഭവിക്കാം. കരിയർ അവസാനിപ്പിക്കേണ്ട ചില ഇഞ്ചുറീസ് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് WWEയും UFCയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ടൊന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.